നമസ്കാരം, വെട്ട ന്യൂസ് എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ വിദ്യാരംഭ കലോത്സവത്തോടനുബന്ധിച്ച് അക്ഷരശുദ്ധി മത്സരം സംഘടിപ്പിച്ചു. തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച അക്ഷരശുദ്ധി മത്സരത്തിൽ തിരൂരങ്ങാടി വിദ്യാഭ്യാസ ജില്ലയിലെ 30ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ജില്ലയിലെ അന്ത്യോദയ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകളിലെ അംഗങ്ങളുടെ മസ്റ്ററിംഗ് ചൊവ്വാഴ്ച അവസാനിക്കുമെന്ന് ജില്ലാ സപ്ലൈ ഓഫീസർ അറിയിച്ചു. വനം വന്യജീവി വാരാഘോഷത്തോടനുബന്ധിച്ച് മലപ്പുറം സോഷ്യൽ ഫോറസ്റ്റ് ഡിവിഷൻ കോട്ടക്കുന്ന് ആർട്ട് ഗാലറിയിൽ നടത്തുന്ന ഫോട്ടോ പ്രദർശനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MK റഫീഖ ഉദ്ഘാടനം ചെയ്തു. മികച്ച ചിത്രങ്ങളുടെ പ്രദർശനങ്ങൾ കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും അമ്പരപ്പിച്ച FFSI കേരള ഘടകമായ സയൻസ് ചലച്ചിത്രമേളയ്ക്ക് കൊടിയിറങ്ങി. മികച്ച ഡോക്യുമെന്ററിക്കുള്ള ജോൺ എബ്രഹാം പുരസ്കാരം ലളിത് വച്ചാനിയുടെ പ്രിസണർ നമ്പർ 626710 പ്രസന്റ് എന്ന ചിത്രം സ്വന്തമാക്കി. തിരൂർ തെക്കുമുറിയിൽ ബൈത്ത് സക്കാത്ത് കേരളയുടെ സഹകരണത്തോടെ നിർമ്മിച്ച 2 വീടുകളുടെ സമർപ്പണം ബൈത്ത് സക്കാത്ത് ചെയർമാൻ ഷൈഖ് മുഹമ്മദ് കാരക്കുന്ന് നിർവഹിച്ചു. സേവാഭാരതി തിരൂർ മുനിസിപ്പൽ സേവാ കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. തൃക്കണ്ടിയൂർ ശിവക്ഷേത്രത്തിന് സമീപമാണ് ഓഫീസ് സജ്ജമാക്കിയിട്ടുള്ളത്. അക്ഷരയാനം സംഗമം ശാരിക 2024 ആലങ്കോട് ലീലാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. തിരൂർ തുഞ്ചൻ സ്മാരക ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ചെയർമാൻ KN യശോധരൻ അധ്യക്ഷത വഹിച്ചു. കേരള സർക്കാർ നവകേരളം കർമ്മ പദ്ധതി വിദ്യാകിരണം മിഷന്റെ ഭാഗമായി 3,90,00,000 രൂപ കിഫ്ബി ധനസഹായത്തോടെ പുറത്തൂർ ഗവൺമെന്റ് UP സ്കൂളിൽ നിർമ്മിക്കുന്ന കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു. സ്ത്രീകൾക്കും കുട്ടികൾക്കും വേണ്ടി മാത്രമായി 2.5 പതിറ്റാണ്ടിലധികമായി ഡോക്ടർ ഖമറുന്നിസ അൻവറിന്റെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഫാത്തിബീസ് ലൈബ്രറി പുരുഷന്മാർക്കുൾപ്പെടെ എല്ലാ വിഭാഗം ജനങ്ങൾക്കുമായി പ്രവർത്തനം ആരംഭിച്ചു. മലയാള പാഠഭാഗത്തിലെ പലഹാരപ്പൊതി എന്ന യൂണിറ്റിലെ പലഹാരക്കൊതിയന്മാർ എന്ന പാഠഭാഗ പ്രവർത്തനങ്ങൾ ഏറെ രസകരമായി ക്ലാസ്സിൽ അവതരിപ്പിച്ച വിദ്യാർത്ഥികൾ. രുചിയറിവും പലഹാര വൈവിധ്യവുമായി വിദ്യാർത്ഥികൾ പലഹാരമേള ഒരുക്കി. തിരൂർ SSM പോളിടെക്നിക് കോളേജിൽ നടന്ന യൂണിയൻ തിരഞ്ഞെടുപ്പിൽ MSF മുന്നണിക്ക് വീണ്ടും ജയം. MSF മുന്നണിക്ക് വീണ്ടും 7-ൽ 7 സീറ്റും ലഭിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നന്ദി, നമസ്കാരം.